എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവിടുത്തെ മഴയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. സന്തോഷ്, കണ്ണൂരിൽ എന്താണ്, മഴ പെയ്യുന്നുണ്ടോ? ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ഇന്നലെയൊക്കെ ശക്തമായ മഴയായിരുന്നു എന്നാണ് കേട്ടത്. സന്തോഷ് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്കറിയാം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. മനു, കണ്ണൂരിൽ റെഡ് അലർട്ടാണ്. ഇന്നലെയും റെഡ് അലർട്ടായിരുന്നു, ഇന്നും റെഡ് അലർട്ടാണ്. ഇന്നലെയും ഇന്നുമായി അതിശക്തമായ മഴ തന്നെയാണ് കണ്ണൂരിൽ തുടരുന്നത്. മഴയ്ക്ക് പരക്കെ, ജില്ലയിൽ പരക്കെ, മലയോര മേഖലയിലും തീരദേശ മേഖലയിലും എല്ലാം തന്നെ ശക്തമായ മഴ തുടരുകയാണ്. ഇതിനെ തുടർന്ന് ചില പുഴകളിലെല്ലാം തന്നെയും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ബാവലിപ്പുഴയിലും കണ്ണൂർ കക്കാട് പുഴയിലും വളപട്ടണം പുഴയിലും എല്ലാം തന്നെ നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ പുഴയു അനുബന്ധമായിട്ടുള്ള തോടുകളിലുമെല്ലാം ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഈ ചില സ്ഥലങ്ങളിൽ, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വ്യാപകമായ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മരങ്ങൾ കടപുഴകി വീണ് കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ ഉളിക്കൽ ടൗണിൽ ഉൾപ്പെടെ ഒരു കട 2 നിലയുള്ള ഒരു കെട്ടിടമാണ് തകർന്നു വീണത്. അതോടൊപ്പം തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതത്തിന് തടസ്സം നേരിടുന്ന സാഹചര്യം കൂടിയുണ്ട്. പട്ടുവത്ത് മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് അതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പാൽച്ചുരം വഴി വയനാട്ടിലേക്ക് രാത്രി യാത്രയ്ക്കുൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഈ കണ്ണൂരിൽ കൊട്ടിയൂരിൽ വളരെ പ്രശസ്തമായ ഉത്സവം നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അവിടെ ബാവലിപ്പുഴയിൽ ആ ഭാഗത്തും ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇന്നലെ അവിടെ ഒരു ബണ്ട് തകരുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിൽ വളപട്ടണം മുതൽ മാഹി വരെയുള്ള തീരദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ജാഗ്രതാ മുന്നറിയിപ്പ് തീരദേശ മേഖലയിലും നൽകിയിട്ടുണ്ട്. ഏതായാലും മഴ ശമനമില്ലാതെ കണ്ണൂർ ജില്ലയിൽ തുടരുകയാണ്. മനു, ശരി, അപ്പോൾ മഴ ശമനമില്ലാതെ കണ്ണൂർ ജില്ലയിൽ തുടരുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും മഴ ശക്തമായി പെയ്യുന്ന സാഹചര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ജാഗ്രത പാലിക്കുക, സൂക്ഷിക്കുക.